أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുത്ബയ്ക്ക് മുമ്പ് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ യുദ്ധങ്ങളെയും യുദ്ധനീക്കങ്ങളെയും സംബന്ധിച്ചാണ് പരാമർശിച്ചിരുന്നത്. ഇതിൽ ബനു ഫസാറ യുദ്ധനീക്കത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ബനു ഫസാറയ്ക്കെതിരെയുള്ള സരിയ അഥവാ യുദ്ധനീക്കത്തിൽ ഒരു സംഭവം ചരിത്രത്തിൽ വരുന്നുണ്ട്. അത് ഉമ്മു കർഫയുടെ വധത്തെക്കുറിച്ചുള്ളതാണ്. ചില ചരിത്രകാരന്മാർ അതിനെ തികച്ചും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തബക്കാത്തുൽ കുബറയിൽ എഴുതുന്നു, ഹദ്രത്ത് സെയ്ദ് ബിൻ ഹാരിസ ഹിജറ 6-ാം വർഷത്തിൽ കച്ചവടാവശ്യാർത്ഥം ഷാമിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ കച്ചവട സമ്പത്തും ഉണ്ടായിരുന്നു. അവർ സൂ ഖുറ താഴ്വരയുടെ സമീപം എത്തിയപ്പോൾ അവരെ ബനു ഫസാറയുടെ ശാഖയായ ബനു ഹദറിലെ കുറച്ച് ആളുകൾ കാണുകയും അവർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും മർദ്ദിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പിന്നെ ഹദ്രത്ത് സെയ്ദ് ആരോഗ്യവാനായി തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഈ അക്രമികളുടെ അടുത്തേക്ക് അയച്ചു. മുസ്ലിങ്ങൾ പകൽ സമയത്ത് ഒളിഞ്ഞും രാത്രിയിൽ സഞ്ചരിച്ച് നീങ്ങി. ഇവരുടെ വരവിനെക്കുറിച്ച് ബനു ഹദറിന് അറിവ് ലഭിച്ചു. ഹദ്രത്ത് സെയ്ദും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും രാവിലെ നേരത്തെ അവരുടെ അടുക്കലെത്തി. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കി അവിടെ ഉണ്ടായിരുന്ന മുഴുവനും ആളുകളെയും വളഞ്ഞു. ഉമ്മു കർഫിയെയും, ഇവരുടെ പേര് ഫാത്തിമ ബിൻത്ത് റൂയ ബിൻ ബദർ എന്നായിരുന്നു, ഇവരുടെ മകൾ ജാരിയ ബിൻത്ത് മാലിക് ബിൻ ഹുസൈഫ ബിൻ ബദറിനെയും ബന്ദികളാക്കി. ജാരിയെ ഹദ്രത്ത് സൽമാൻ അക്കു ആണ് ബന്ദിയാക്കിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമ്മാനമായി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ ജിസം ബിൻ അബി വഹബിന് സമ്മാനമായി നൽകുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ചില ചരിത്രഗ്രന്ഥങ്ങളിൽ ഉമ്മു കർഫയുടെ വധത്തെപ്പറ്റിയും മറ്റും വളരെ കൗതുകകരമായ രീതിയിലാണ് വിവരിച്ചിട്ടുള്ളത്. അതൊരിക്കലും ഇസ്ലാമിക അധ്യാപനങ്ങളുടെയും കർമ്മങ്ങളുടെയും വെളിച്ചത്തിൽ സംഭാവ്യമല്ല. ഏതായിരുന്നാലും ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഖൈസ് ബിൻ മഹസർ ഉമ്മെ ഖുറ ഖുറഫയുടെ നേർക്ക് തിരിഞ്ഞു. അത് ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. ഖൈസ് അവരെ നിർദാക്ഷിണ്യം കൊന്നു. അവരുടെ 2 കാലുകളും 2 ഒട്ടകങ്ങളിൽ ബന്ധിക്കുകയും പിന്നെ അവയെ ഇരുഭാഗങ്ങളിലേക്കും ഓടിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ത്രീ 2 കഷ്ണങ്ങളാക്കപ്പെട്ടു. ഖൈസ് വേറെ 2 പേരെയും കൂടി വധിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് സെയ്ദ് ബിൻ ഹാരിസ തൻ്റെ ദൗത്യത്തിന് ശേഷം തിരിച്ചു വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ മുട്ടി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വസ്ത്രവും വലിച്ച് സെയ്ദിൻ്റെ അടുത്ത് വന്നു. സെയ്ദിനെ ആലിംഗനം ചെയ്യുകയും ഉമ്മ വയ്ക്കുകയും സെയ്ദിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. സെയ്ദ് അള്ളാഹു തനിക്ക് നൽകിയ വിജയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ ആ സ്ത്രീയെ 2ആയി പിളർത്തിയെന്നെല്ലാം എഴുതിയിരിക്കുന്നു. എന്നാൽ ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വളരെ തെളിവ് സഹിതം നല്ല രീതിയിൽ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, ഇപ്പോൾ പരാമർശിക്കപ്പെട്ട സരിയ അബൂബക്കറിന് പകരം
ഇബ്നു സഅദ് പറയുന്ന സരിയയുടെ നായകൻ സെയ്ദ് ബിൻ ഹാരിസയാണ്. അതായത് ഈ സരിയയിൽ അബൂബക്കറിന് പകരം സെയ്ദ് ബിൻ ഹാരിസയെയാണ് അമീറായി വിവരിച്ചിട്ടുള്ളത്. മാത്രമല്ല വിശദീകരണങ്ങളിലും ഒരുപാട് അന്തരമുണ്ട്. ഈ ദൗത്യം ബനു ഫസാറയെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അവർ വാദിയുൽ ഖുറയുടെ അടുത്താണ് താമസിച്ചിരുന്നത്. ഇവർ ഒരു മുസ്ലിം കച്ചവട സംഘത്തെ ആക്രമിക്കുകയും അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. കലാപകാരികളായ ഈ സംഘത്തിൻ്റെ നെടുന്തൂൺ ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. അവരുടെ പേര് ഉമ്മ ഖുർഫ എന്നായിരുന്നു. ഇവർ ഇസ്ലാമിൻ്റെ കഠിന ശത്രുവുമായിരുന്നു. ഇവർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ സെയ്ദിൻ്റെ സംഘത്തിലെ കൈസ് എന്നു പേരുള്ള ഒരാൾ ആ സ്ത്രീയെ വധിച്ചു. വധത്തെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ പറയുന്നു, ഇതെഴുതിയ ചരിത്രകാരൻ ഇബ്നു സഅദ് അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഈ സ്ത്രീയുടെ 2 കാലുകളും 2 ഒട്ടകങ്ങളുടെ കാലുകളിൽ കെട്ടി എതിർദിശയിലേക്ക് ഒട്ടകങ്ങളെ ഓടിച്ചു. അതിൻ്റെ ഫലമായി ആ സ്ത്രീ നെടുകെ പിളർന്ന് 2 കഷ്ണങ്ങളാക്കപ്പെട്ടു. അതിനുശേഷം ആ സ്ത്രീയുടെ മകളെ സൽമ അക്കുവിനെ ഏൽപ്പിക്കുകയുണ്ടായി. ഇതേ സംഭവം വളരെ ചുരുക്കി നല്ല രീതിയിൽ അല്പം വ്യത്യസ്തമായി ഇബ്നു ഇസ്ഹാഖും വിവരിച്ചിട്ടുണ്ട്. ഈ റിവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓറിയന്റലിസ്റ്റായ സർ വില്യം മ്യൂർ, ഇയാൾ മറ്റ് യൂറോപ്യൻ ചരിത്രകാരന്മാരെ അപേക്ഷിച്ച് ഒരുപാട് വിവരണങ്ങൾ കൊടുക്കുന്നതിൽ താല്പര്യമുള്ളയാളാണ്, ഈ സംഭവത്തെ മുസ്ലിങ്ങളുടെ മൃഗീയമായ നിലപാടിന് ഒരു തെളിവായി വളരെ താല്പര്യപൂർവ്വം തൻ്റെ ഗ്രന്ഥത്തിന് മോടികൂട്ടാൻ വേണ്ടി എഴുതി വച്ചിട്ടുള്ളത്. മാത്രമല്ല ഗ്രന്ഥത്തിൽ അത് എഴുതാനുള്ള കാരണം പറയുന്നത് ഈ സംഭവത്തിൽ മുസ്ലിങ്ങൾ വളരെ അക്രമപരമായ ഒരു കാര്യം ചെയ്യുകയുണ്ടായി എന്നാണ്. വില്യം മ്യൂർ എഴുതുന്നു, ഈ വർഷം മുസ്ലിങ്ങൾക്ക് നിരവധി യുദ്ധനീക്കങ്ങൾക്ക് വേണ്ടി മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നിരുന്നു. എന്നാൽ അതെല്ലാം പ്രസ്താവയോഗ്യമല്ല. പക്ഷേ അതിലൊരു യുദ്ധ നീക്കത്തെ സംബന്ധിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അതിൻ്റെ പരിണതി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വളരെ അക്രമപരമായ ഒരു ചെയ്തിയിലാണ് കലാശിച്ചിട്ടുള്ളത്. ഇതാണ് മുയൂർ സാഹിബിൻ്റെ പ്രസ്താവന. ഇതിൻ്റെ വിശകലനത്തിൽ ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഒരു ചരിത്രകാരൻ മറ്റ് സംഭവങ്ങൾക്കുപരിയായി ഈ സംഭവത്തെ ഒരു സമൂഹത്തിൻ്റെ നിഷ്ഠുരമായ ചെയ്തികൾക്ക് തെളിവ് ലഭിക്കുന്നു എന്നതിൻ്റെ പേരിൽ മറ്റ് സംഭവങ്ങളെ അപേക്ഷിച്ച് ഈ സംഭവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തൻ്റെ ഗ്രന്ഥത്തിന് മോടി കൂട്ടാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ അയാൾ ഒരിക്കലും തന്നെ നിഷ്പക്ഷമതിയായ ഒരു ഗവേഷകനാകാൻ നിർവാഹമില്ല. കാരണം ഇയാൾ സ്വയം എഴുതുന്നു, മറ്റു സംഭവങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്, ഈ ഒരു സംഭവം മാത്രമാണ് എടുക്കുന്നത്. അതിൻ്റെ അർത്ഥം അയാൾ പക്ഷപാതിയാണ്, നിഷ്പക്ഷനല്ല എന്നാണ്. കാരണം നിഷ്പക്ഷനായ ഒരാൾ ഈ നിഷ്ഠുരമായ വിവരണം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ഗവേഷണത്തിലൂടെ സ്ഥാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഒരു തെളിവ് കൈമോശം വരികയാണ് ചെയ്യുന്നത്. ഏതായിരുന്നാലും മ്യൂർ സാഹിബ് ഈ സംഭവത്തെ പ്രത്യേക താല്പര്യത്തോടു കൂടി തന്നെ തൻ്റെ ഗ്രന്ഥത്തിൽ ചേർക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവം തികച്ചും തെറ്റും അടിസ്ഥാനരഹിതവും ബുദ്ധിപരമായും പ്രാമാണികയോഗ്യമായും കെട്ടിച്ചമച്ചതാണെന്നും ഞാൻ വ്യക്തമാക്കി തരാം. ബൗദ്ധികമായി നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെ കൊലക്കുറ്റം ചുമത്തി ബന്ദിയാക്കിയതിനു ശേഷം സാവകാശത്തിൽ കൊല്ലുന്നതും അതേസമയം നിവേദനത്തിൽ പറയുന്നത് പോലെ വധിച്ചു എന്ന് പറയുന്നതും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. ഇസ്ലാമാകട്ടെ യുദ്ധത്തിൽ പോലും സ്ത്രീകളെ വധിക്കുന്നത് ശക്തമായി എതിർക്കുന്നു. സ്ത്രീകളെ ഒരിക്കലും വധിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഹദീസുകളിൽ പറയുന്നു, ഒരു സന്ദർഭത്തിൽ യുദ്ധമൈതാനത്ത് ഒരു ശത്രുഗോത്രത്തിലെ സ്ത്രീ കൊല്ലപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനിടയായി. ആ സ്ത്രീ ഏതവസ്ഥയിലും അവർ ആരുടെ കയ്യാലുമാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ വളരെയേറെ ദേഷ്യപ്പെടുകയും സഹാബാക്കളോട് മേലിൽ ഇങ്ങനെ ചെയ്തു പോകരുത്, അതായത് ഒരു സ്ത്രീയെയും വധിക്കരുത് എന്ന് താക്കീത് നൽകുകയും ചെയ്തു. അതേപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക സംഘത്തെ അയക്കുമ്പോൾ മറ്റെല്ലാ ഉപദേശങ്ങൾക്കും പുറമെ സഹാബാക്കളെ ഉപദേശിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുതെന്നും നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങളുണ്ടായിരിക്കെ സഹാബാക്കളെ സംബന്ധിച്ച്, അതും സഹാബാക്കളിലെ ഹദരത്ത് സെയ്ദ് ബിൻ ഹാരിസയെ സംബന്ധിച്ച്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ആളായിരുന്നു. അദ്ദേഹം ഏതെങ്കിലും സ്ത്രീയെ ഈ രീതിയിൽ വധിച്ചു അല്ലെങ്കിൽ കൊല്ലിച്ചു എന്ന്
ഇബ്നു സഅദ് വിവരിച്ചിട്ടുള്ളത് ഒരിക്കലും തന്നെ സ്വീകാര്യോഗ്യമല്ല. വധിച്ചത് സെയ്ദാണെന്ന് നിവേദനത്തിൽ പറയുന്നില്ല. പക്ഷേ മറ്റു മുസ്ലിങ്ങളാണ് ചെയ്തതെങ്കിലും ഈ സംഭവം സെയ്ദിന്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആത്യന്തിക ഉത്തരവാദി സെയ്ദ് തന്നെയാണെന്ന് ഗണിക്കപ്പെടുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കർമ്മം ചെയ്യാൻ സെയ്ദ് അനുമതി കൊടുത്തു എന്ന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരു സ്ത്രീ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൾക്ക് അതിൻ്റെ ശിക്ഷ നൽകപ്പെടുന്നതാണ്. ഒരു മതത്തിൻ്റെ ന്യായപ്രമാണവും ഒരു രാജ്യത്തിൻ്റെ നിയമവും സ്ത്രീയെ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. ഓരോ ദിവസവും സ്ത്രീകൾ പലപ്പോഴും കൊലക്കുറ്റം നിമിത്തം തൂക്കുകയറിനും ശിക്ഷിക്കപ്പെട്ടതായുള്ള സംഭവങ്ങൾ അച്ചടിച്ചു വരുന്നുണ്ട്. പക്ഷേ തികച്ചും മതപരമായ വിദ്വേഷം അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തത് കാരണം ഏതെങ്കിലും സ്ത്രീയെ കൊല്ലുകയോ ഈ പറഞ്ഞതുപോലെ വധിക്കപ്പെട്ടതായോ പറയുന്ന നിവേദനത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാന മാർഗനിർദ്ദേശങ്ങളും മുഴുവൻ ഇസ്ലാമിക ചരിത്രങ്ങളും പൂർണ്ണമായും തിരസ്കരിക്കുന്നു. ചില നിവേദനങ്ങളിൽ പറയുന്നത് പോലെ ഇനി ഈ സ്ത്രീ കുറ്റവാളിയാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് പദ്ധതി ഇട്ടു എന്നുമാണെങ്കിൽ അവർക്കെതിരെ വധത്തിലുള്ള ശിക്ഷ നൽകപ്പെടാമായിരുന്നു. അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം, ഏതെങ്കിലും സഹാബി ഉമ്മയെ കുറേക്കാളും കഠിന ശത്രുതയുള്ള രക്തദാഹികളായ ശത്രുക്കളായ പുരുഷന്മാരെ പോലും ഇങ്ങനെ വധിച്ചിട്ടില്ലായിരിക്കെ പരിണിതപ്രജ്ഞനായ സെയ്ദ് ബിൻ ഹാരിസയെപ്പോലുള്ള ഒരു സഹാബിയുടെ നേതൃത്വത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീയെ ഇത്തരത്തിൽ കൊന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബുദ്ധിപരമായ നിലയിലും ഈ കഥ കളവും കറ്റുകെട്ടുമാണെന്ന് വ്യക്തമാകുന്നു. നിഷ്പക്ഷനായ ഒരാൾക്കും അതേപ്പറ്റി സംശയിക്കാൻ വകയില്ല. ഇനി പ്രമാണപരമായ തെളിവിൻ്റെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇബ്നു സഅദോ ഇബ്നു ഇസ്ഹാഖോ ഈ നിവേദനത്തിന് യാതൊരു പ്രമാണവും നൽകിയിട്ടില്ല. ഒരു തരത്തിലുള്ള വിശ്വാസയോഗ്യമായ തെളിവുമില്ലാതെ ഇത്തരം നിവേദനങ്ങൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾക്കും സഹാബാക്കളുടെ പൊതുവിലുള്ളതും വ്യക്തമായ നടപടികൾക്കുമെതിരിൽ സമർപ്പിക്കപ്പെടുന്നത് സ്വീകാര്യോഗ്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇതേ സംഭവം ഹദീസുകളിലെ വളരെ വിശ്വാസയോഗ്യമായ ഗ്രന്ഥങ്ങളിൽ, അതായത് മുസ്ലിം, അബൂദാവൂദ് തുടങ്ങിയവയിൽ വിവരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഉമ്മെ ഖുർഫയുടെ വധത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള പരാമർശവുമില്ല. മറ്റ് വിശദീകരണങ്ങളിലും ഇബ്നു സഅദിന്റെ വിവരണവുമായി ഭിന്നതയുണ്ട്. കാരണം സഹിയായ ഹദീസുകൾ പൊതുവായ ചരിത്ര നിവേദനങ്ങളിൽ നിന്നും തീർച്ചയായും ഖണ്ഡിതമായും വളരെയേറെ ശക്തവും മുൻഗണനാർഹവുമാകുന്നു. അതുകൊണ്ട് സഹീ മുസ്ലിമും സുനൻ അബൂദാവൂദിലുമുള്ള നിവേദനങ്ങൾക്ക് മുന്നിൽ ഇബ്നു സഅദിന്റെയും മറ്റു നിവേദനങ്ങൾക്ക് ഒരു വിലയുമില്ല. ഇനി ഇബ്നു സഅദും ഇബ്നു ഇസ്ഹാഖും തങ്ങളുടെ നിവേദനങ്ങളെ യാതൊരു തെളിവുമില്ലാതെ വിവരിക്കുന്നിടത്ത് ഇമാം മുസ്ലിമും അബൂദാവൂദും തങ്ങളുടെ നിവേദനങ്ങളെ പൂർണ്ണമായ തെളിവുകൾ സഹിതമാണ് വിവരിക്കുന്നത് എന്ന കാര്യം പരിഗണിക്കുമ്പോൾ ഈ വ്യതിരിക്തത കുറെ കൂടി വ്യക്തമാകുന്നതാണ്. മാത്രമല്ല, മുഹദ്ദിസീങ്ങളുടെ കരുതലിന് മുന്നിൽ, അതായത് അവർ വളരെയേറെ കരുതലോടുകൂടിയാണ് വർത്തിച്ചിട്ടുള്ളത്. ചരിത്രകാരന്മാരുടെ പൊതുനിവേദനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. മുസ്ലിമും അബൂദാവൂദും ഈ സംഭവങ്ങളെ വിവരിക്കുമ്പോൾ അതിൽ ഉമ്മു ഖുർഫയുടെ വധത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല. മുസ്ലിമിലും അബൂദാവൂദിലും ഉമ്മു ഖുർഫയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ ദൗത്യസംഘത്തിന്റെ നേതാവിന്റെ പേര് സെയ്ദിന് പകരം അബൂബക്കർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം ഈ ദൗത്യം വേറെ ഏതെങ്കിലുമാണെന്ന് സംശയിക്കാൻ വകയില്ല. കാരണം മറ്റു വിശദീകരണങ്ങൾ മുഴുവനും ഒരേ തരത്തിലുള്ളവയാണ്. ഉദാഹരണമായി 2 നിവേദനങ്ങളിലും പറയുന്നു, ഈ സംഘം ബനു ഫസാറയ്ക്ക് എതിരിലാണ് പുറപ്പെട്ടത്. മാത്രമല്ല 2 നിവേദനങ്ങളിലും ബനു ഫസാറയുടെ നേതൃത്വം ഒരു വൃദ്ധയായ സ്ത്രീക്കാണെന്ന് പറയുന്നു. 2 നിവേദനങ്ങളിലും ഈ സ്ത്രീയെ ബന്ധനസ്ഥയാക്കിയതായി വിവരിക്കുന്നു. ഇനി 2 നിവേദനങ്ങളിലും ഈ പെൺകുട്ടിയെ സൽമാവിൻ അക്കുവിൻ്റെ ഭാഗത്തേക്കാണ് കൊടുത്തത് എന്നും പറയുന്നു. അതുകൂടാതെ മറ്റ് പല കാര്യങ്ങളിലും സാമ്യതയുണ്ട്. ഇനി ചിന്തിച്ചു നോക്കുക, ഈ അടിസ്ഥാനപരമായ സാമ്യതകളുള്ളപ്പോൾ ഇത് രണ്ടും വെവ്വേറെ സംഭവങ്ങളാണ് സംശയിക്കാൻ വല്ല വകയുമുണ്ടോ? എങ്കിലും നമ്മൾ കേവലം ഭൗതികമായ തെളിവുകളിൽ മാത്രം ഊന്നൽ കൊടുക്കുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞകാല ഗവേഷകരും വളരെ വ്യക്തമായി എഴുതുന്നു, സഹീ മുസ്ലിമിലും അബൂദാവൂദിലും വന്നിട്ടുള്ള അതേ സംഭവം തന്നെയാണ് ഇബ്നു സഅദ് മറ്റു രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാമ സർക്കാനിയും ഇമാം സുഹൈലിയും
അല്ലാമ ഹൽബിയും വളരെ വ്യക്തമായി എഴുതുന്നു. ഇതേ സംഭവം തന്നെയാണ് ഇബ്നു സഅദും ഇബ്നു ഇസ്ഹാഖും ഉമ്മെ ഖുർഫയുടെ സംഭവമായി ചേർത്ത് തെറ്റായി വിവരിച്ചിട്ടുള്ളത്. ഇതിലുപരി മറ്റൊരു തെളിവ് എന്തെന്നാൽ ഇതേ സംഭവം തന്നെയാണ് തിബിരി ഈ രണ്ട് നിവേദനങ്ങളെയും അടുത്തടുത്ത് വിവരിച്ചുകൊണ്ട് ഇത് രണ്ടും ഒരേ സംഭവമാണെന്ന് വിവരിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിമും അബൂദാവൂദും സൽമ ബിൻ അക്കൗവിൻ്റെ നിവേദനത്തിൽ പറഞ്ഞ അതേ സംഭവമാണ് ഇബ്നു സഅദും ഇബ്നു ഹിഷാമും ഉമ്മെ ഖുർഫയുടെ സരിയയുടെ പേരിൽ തെറ്റായി വിവരിച്ചിട്ടുള്ളത്. കാരണം സഹിയായ ഹദീസുകളുടെ നിവേദനം, അതായത് 6 പ്രാമാണിക യോഗ്യമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള നിവേദനങ്ങൾ, അത് പ്രമാണത്തോടു കൂടി വിവരിക്കപ്പെട്ടവയാണ്. അത് പ്രസ്തുത സംഭവത്തിൽ ഉൾപ്പെട്ട ഒരാളുടെ നാവിൽ നിന്നുള്ള വിവരണവുമാണ്. ഏതായിരുന്നാലും ഇബ്നു സഅദിൻ്റെയും ഇബ്നു ഹിഷാമിൻ്റെയും പ്രമാണരഹിതമായ തെളിവുകളെക്കാളും മുന്തിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉമ്മു ഖുർഫയെ വളരെ കാപാലികമായി കൊന്നു എന്ന വിവരണം തികച്ചും കളവും വാസ്തവവിരുദ്ധവും ഇസ്ലാമിക ശത്രുതയിലുള്ളതുമാകുന്നു. അത് കപടവിശ്വാസികളുടെ ഔദാര്യത്താൽ ചില ചരിത്ര നിവേദനങ്ങളിൽ വന്നുപോയതാണ്. ചുരുക്കത്തിൽ മുസ്ലിമും അബൂദാവൂദും വിവരിച്ചതിനപ്പുറം ഈ സരിയയ്ക്ക് മറ്റൊരു യാഥാർത്ഥ്യവുമില്ല. ഏതെങ്കിലും തെറ്റായ ഒരു കാര്യം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ഒരു കൗതുകകരമായ കാര്യമൊന്നുമല്ല. കാരണം ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ എല്ലാ സമൂഹങ്ങളിലും എല്ലാ രാജ്യങ്ങളിലുമുള്ള ചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. പക്ഷേ വളരെ കൗതുകകരമായ കാര്യം എന്തെന്നാൽ സർ വില്യം മുയറിനെ പോലുള്ള ആളുകൾ ഈ തെറ്റായ സംഭവത്തെ യാതൊരു ഗവേഷണവും കൂടാതെ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ചേർക്കുന്നു എന്നതാണ്. മാത്രമല്ല അത് മുഖേന മുസ്ലിങ്ങളുടെ അക്രമപരമായ ചെയ്തികൾക്ക് ഉദാഹരണം കിട്ടുമെന്നതാണ് അതിനുള്ള പ്രേരകമായി പറയുന്നത്. ചുരുക്കത്തിൽ ഈ പറയപ്പെട്ടതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി സരിയ അബ്ദുല്ല ബിൻ അത്തീഖ് ആകുന്നു. അത് സംബന്ധിച്ച് ചരിത്രത്തിൽ നിവേദനം കാണപ്പെടുന്നു. ഇത് അബൂ റാഫിന് നേർക്കുള്ളതായിരുന്നു. ഈ സരിയ ഹിജറ 6-ാം വർഷം റമദാൻ മാസത്തിലാണ് ഉണ്ടായത്. ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നു, അബൂ റാഫിയുടെ വധത്തിൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള നിവേദനങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ബുഖാരി സുഹരിയെ പിന്തുടർന്നുകൊണ്ട് അതിൻ്റെ കൃത്യമായ തീയതി കൊടുക്കാതെ ഇത് കഅബ് ബിൻ അഷ്റഫിൻ്റെ വധത്തിന് തൊട്ടുശേഷമാണെന്ന് എഴുതുന്നു. അതേതായാലും ശരിയാണ്. ഏറെക്കുറെ ഈ സംഭവങ്ങൾ ചേർത്ത് പറയാൻ കാരണം അത് ഒരേ തരത്തിൽ ഉള്ളവ ആയതുകൊണ്ടാണ്. തിബിരി ഇത് ഹിജ്റ 3-ാം വർഷം കഅബ് ബിൻ അഷ്റഫിൻ്റെ സംഭവത്തിന് ശേഷമാണ് വിവരിച്ചിട്ടുള്ളത്. വാഖദി ഹിജ്രി 4-ാം വർഷമാണെന്ന് പറയുന്നു. ഇബ്നു ഹിഷാം ഇബ്നു ഇസാഖിൽ നിന്നുള്ള നിവേദനത്തിൻ്റെ വെളിച്ചത്തിൽ ബനു ഖുറൈസ യുദ്ധത്തിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഹിജ്രി 5-ാം വർഷത്തിൻ്റെ അവസാനത്തിലാകുന്നു. ഇങ്ങനെ ഇത് ഹിജ്രി 6-ാം വർഷം തുടക്കത്തിലാണെന്ന് ഗണിക്കപ്പെടുന്നു. പക്ഷേ ഇബ്നു സഅദ് വളരെ വ്യക്തമായും ഇത് ഹിജ്റ 6-ാം വർഷമാണെന്ന് പറയുന്നു. പൊതുവിൽ ചരിത്രകാരന്മാർ ഇബ്നു സഅദിനെയാണ് പിൻപറ്റുന്നത്. വല്ലാഹു ആലം. ഇബ്നു ഇസാഖ് വിവരിക്കുന്നു, കിടങ്ങ് യുദ്ധവും ബനു ഖുറൈസ യുദ്ധവും അവസാനിച്ചു. അതായത് അബൂ റാഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ സൈന്യത്തെ സ്വരുക്കൂട്ടിയാളായിരുന്നു. ഔസ് ഗോത്രം ഉഹദ് യുദ്ധത്തിന് മുമ്പേ കഅബ് ബിൻ അഷ്റഫിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നതും കാരണം വധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പിൻപറ്റി ഖദ്റജുകാർ സലാം ബിൻ അബി ഹക്കീക്കിനെ വധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുമതി തേടിയിരുന്നു. ആ സമയത്ത് അയാൾ ഖൈബറിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുമതി നൽകിയുണ്ടായി. ഈ 2 ഗോത്രങ്ങളും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 2 ആണൊട്ടകങ്ങളെപ്പോലെ പൊരുതുന്നുണ്ടായിരുന്നു. ഔസ് ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ അത് കാരണം അവർ തങ്ങളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടുതൽ അടുപ്പമുള്ളവരും ഇസ്ലാമിൽ ശ്രേഷ്ഠതയുള്ളവരും ആയിത്തീരുമെന്ന് ഖദ്റജ് ഗോത്രത്തിലെ ആളുകൾ പറയുമായിരുന്നു. അതുകൊണ്ട് അവരും അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ ഒതുങ്ങിയിരിക്കുമായിരുന്നില്ല. ഖദ്റജുകാർ എന്തെങ്കിലും ചെയ്താൽ ഔസുകാരും അതുപോലെ ചെയ്യുമായിരുന്നു. ഹദ്റത്ത് കഅബ് ബിൻ അഷ്റഫിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കഠിനമായ ശത്രുതയുള്ളത് കാരണം
ഔസുകാർ അയാളെ വധിച്ചപ്പോൾ ഹദ്രജുകാർ പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, ഔസുകാർ ഈ കാരണം കൊണ്ട് ഞങ്ങളെക്കാൾ മുൻപന്തിയിലെത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെയും അവൻ റസൂലിൻ്റെയും സാമീപ്യം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവർ പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുതയിൽ കഅബ് ബിൻ അഷ്റഫിന് തുല്യമായ രീതിയിൽ ആരാണുള്ളതെന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവർ ഇബ്നു അബി ഹക്കീക്കിനെ ഓർക്കുന്നത്. അയാൾ ഖൈബറിലോ ഹിജാസിലോ ആണ് ഉണ്ടായിരുന്നത്. ഇബ്നു സഅദ് പറയുന്നു, അബൂ റാഫി ബിൻ അബി ഹക്കീക്ക് ഗത്തഫാൻ ഗോത്രക്കാരെയും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വിഗ്രഹാരാധകരെയും ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധത്തിന് വേണ്ടി ഒരു വലിയ സംഖ്യ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഖദ്റജ് അയാളെ വധിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകുകയുണ്ടായി. അങ്ങനെ ഖദ്റജിൽ നിന്ന് ബനു സൽമയുടെ 5 ആളുകൾ, ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ അത്തീഖ്, മസ്ഊദ് ബിൻ സിനാൻ, അബ്ദുല്ലാ ബിൻ ഉനൈസ് ജഹനി, ഇദ്ദേഹം അൻസാറുകളുടെ കൂട്ടുകാരനായിരുന്നു, അബൂ ഖത്താദ, ഹിർസ് ബിൻ റബി, ഖസായി ബിൻ അസദ് എന്നിവർ പുറപ്പെട്ടു. ഇവരെല്ലാവരും പുറപ്പെടുകയുണ്ടായി. മുഹമ്മദ് ബിൻ ഉമറിൻ്റെയും ഇബ്നു സഅദിൻ്റെയും വീക്ഷണത്തിൽ അസ്വദ് ബിൻ ഖസായിയും ഉണ്ടായിരുന്നു. ഇദ്ദേഹം അസ്ലം ഗോത്രത്തിൽ നിന്ന് അൻസാറുകളുടെ സുഹൃത്തായിരുന്നു. ബുഖാരിയിലും ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ 6 പേരായി. ഇബ്നു ഉഖബയും സുഹേലിയും അസദ് ബിൻ ഹറാം കൂടി ഉണ്ടെന്ന് പറയുന്നു. ഈ നിലയ്ക്ക് 7 പേരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബ്ദുല്ലാ ബിൻ അത്തീഖിനെ അമീറായി നിശ്ചയിക്കുകയും കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് വിലക്കുകയും ചെയ്യുകയുണ്ടായി. ഇവിടെയും വളരെ വ്യക്തമായി സ്ത്രീകളെ കൊല്ലരുത് എന്ന് പറയുന്നു. ബുഖാരിയിൽ അബൂ റാഫിയുടെ വധത്തെക്കുറിച്ച് ഇപ്രകാരം വിശദീകരണം വന്നിട്ടുണ്ട്. വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ റാഫി വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ ഹിജാസിലുള്ള തൻ്റെ കോട്ടയിലാണ് വസിച്ചിരുന്നത്. ആളുകൾ അയാളുടെ അടുത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നു. ആളുകൾ മൃഗങ്ങളുടെ കൂട്ടത്തെ തിരിച്ച് കൊണ്ടുപോവുകയായിരുന്നു. അബ്ദുള്ള തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ ഇരിക്കുക, ഞാൻ പോവുകയാണ്. ഞാൻ അവിടെ കാവൽക്കാരനോട് എന്തെങ്കിലും ഉപായം പറഞ്ഞ് അകത്തേക്ക് പോകുന്നതാണ്. അദ്ദേഹം പോവുകയും വാതിലിനടുത്തെത്തുകയും ചെയ്തു. പിന്നെ ഞാൻ എന്നെ പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് ഇരിക്കുന്നത് പോലെ ഒരു തുണി കൊണ്ട് മൂടി. എല്ലാവരും അകത്തേക്ക് കടന്നിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, അബ്ദുല്ലാ ബിൻ അത്തീഖ് വിവരിക്കുകയാണ്, ഞാനൊരു ഉപായം മെനഞ്ഞു തുടങ്ങി. എങ്ങനെയെങ്കിലും കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ എന്തെങ്കിലും ഉപായം തരികയായിരുന്നു. ഇതിനിടയിൽ കോട്ടക്കാർക്ക് അവരുടെ ഒരു കഴുതയെ കാണാതായി. അവർ പറഞ്ഞു, വെളിച്ചവുമായി അതിനന്വേഷിച്ച് പുറപ്പെടുക. പറയുന്നു, ഞാൻ തിരിച്ചറിയപ്പെടുമോ എന്ന് ഭയപ്പെട്ടു. ഈ സഹാബി പറയുകയാണ്, പ്രാഥമിക കൃത്യങ്ങൾക്ക് ഇരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ തല മൂടി. ബുഖാരിയുടെ നിവേദനമാണിത്. പറയുന്നു, കാവൽക്കാരൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ദേവദാസ, നിങ്ങൾ അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വേഗം വരൂ, ഞാൻ കവാടം അടയ്ക്കാൻ പോവുകയാണ്. ഞാൻ അകത്തേക്ക് കടന്ന് ഒളിച്ചിരുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഞാനും അകത്തേക്ക് പ്രവേശിച്ചു. പിന്നെ ഞാൻ കഴുതകളുടെ തൊഴുത്തിലൂടെ കോട്ടയുടെ ഉള്ളിലെ വാതിലിൻ്റെ അടുത്ത് ഒളിച്ചിരുന്നു. ആളുകളെല്ലാം അകത്തേക്ക് കയറിയപ്പോൾ അയാൾ വാതിലടച്ചു. താക്കോലുകൾ ഒരാണിയിൽ തൂക്കിയിട്ടു. അദ്ദേഹം പറയുന്നു, ഞാൻ താക്കോലുകളുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അവിടെ എത്തി, അതെടുക്കുകയും വാതിൽ തുറക്കുകയും ചെയ്തു. ഒരു നിവേദനത്തിൽ പറയുന്നു, ബഹളമെല്ലാം ഒതുങ്ങി, ഞാനൊരു അനക്കവും കേട്ടില്ല. അങ്ങനെ ഞാൻ പുറത്തേക്കിറങ്ങി. അദ്ദേഹം പറയുന്നു, ഞാൻ കോട്ടയുടെ താക്കോലുകൾ വെച്ച പെട്ടി കാണുന്നത് കാവൽക്കാരൻ കണ്ടിരുന്നു. ഇതും ബുഖാരിയിലുള്ള നിവേദനമാകുന്നു. ആളുകൾ അബൂ റാഫിയുടെ അടുത്ത് രാത്രിയിൽ സദസ്സ് സംഘടിപ്പിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നു. അയാൾ മട്ടുപ്പാവിലായിരുന്നു ഉണ്ടായിരുന്നത്. ആളുകളെല്ലാം അയാളുടെ അടുത്ത് നിന്ന് പോവുകയുണ്ടായി. സദസ്സ് സംഘടിപ്പിച്ചത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നവരെല്ലാം പോയി. ഒരു നിവേദനത്തിൽ പറയുന്നു, ആളുകൾ അബൂ റാഫിയുടെ അടുത്താണ് വൈകുന്നേരം ഭക്ഷണം കഴിച്ചത്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ രാത്രിയുടെ ഒരു ഘട്ടം കഴിഞ്ഞു. പിന്നെ എല്ലാവരും തങ്ങളുടെ
സങ്കേതങ്ങളിലേക്ക് മടങ്ങി. ഇതും ബുഖാരിയിലുള്ള നിവേദനമാണ്. ഞാൻ അയാളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഓരോ വാതിലും തുറക്കുകയും പിന്നെ ഉള്ളിൽ നിന്ന് അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അയാളുടെ അടുക്കലെത്തുന്നതുവരെയും ആളുകൾ എൻ്റെ കാലൊച്ച പോലും കേൾക്കാൻ ഇടവരരുത് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അയാളുടെ അടുത്തെത്തി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, പിന്നെ ഞാൻ കോട്ടയ്ക്കകത്തുള്ള വാതിലുകൾക്ക് അടുത്തെത്തി അതിനെ പുറത്തു നിന്ന് അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം കോണിപ്പടിയിലൂടെ കയറി അബൂ റാഫിൻ്റെ അടുക്കലെത്തി. ഇതും ബുഖാരിയിലുള്ള നിവേദനമാണ്. പറയുന്നു, ഞാൻ അയാൾ ഒരു ഇരുട്ടുള്ള മുറിയിൽ തൻ്റെ കുടുംബത്തോടൊപ്പം കിടക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ അയാൾ റൂമിനുള്ളിൽ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, അബൂ റാഫി. അയാൾ ചോദിച്ചു, ആരാണത്? ഞാൻ ആ ശബ്ദത്തിൻ്റെ അടുത്തേക്ക് ഒരു നിഗമനത്തിലെത്തിപ്പെട്ടു. വാൾ കൊണ്ട് ആഞ്ഞുവെട്ടി. പക്ഷെ അത് ഫലവത്തായില്ല. ഞാൻ ഭയപ്പെട്ടിരുന്നു. അയാൾ നിലവിളിച്ചു. എൻ്റെ വെട്ട് ശരിയായി പതിഞ്ഞില്ല. അയാൾ ബഹളം വെച്ചു. ഞാനാകട്ടെ പുറത്തേക്കിറങ്ങി. കുറച്ചു സമയം അവിടെ തന്നെ നിന്ന് പിന്നെ ഞാൻ അയാളെ സഹായിക്കാൻ എന്ന പോലെ അയാളുടെ അടുത്തെത്തി ചോദിച്ചു, അബൂ റാഫി, എന്താണ് ഒരു ശബ്ദം കേട്ടത്? ഞാൻ ശബ്ദം മാറ്റിയിരുന്നു. അയാൾ പറഞ്ഞു, നിന്റെ മാതാവ് നശിച്ചു പോകട്ടെ. അബൂ റാഫി പറഞ്ഞു, ആരോ മുറിക്കകത്തുണ്ട്. അയാൾ കുറച്ചു നേരം മുമ്പ് എന്നെ വാളുകൊണ്ട് ആക്രമിച്ചു. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അത്തീഖ് പറയുന്നു, പിന്നെ ഞാൻ ഒരിക്കൽ കൂടി വാളുകൊണ്ട് അയാളെ വെട്ടി. അതായത് അയാളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അയാളെ വീണ്ടും വെട്ടുകയും രക്തത്തിൽ കുളിപ്പിക്കുകയും ചെയ്തു. എനിക്ക് അയാളെ കൊല്ലാൻ കഴിഞ്ഞില്ല. പിന്നെ വാളിൻ്റെ മുന അയാളുടെ ഉദരത്തിൽ വെച്ചു. അത് അയാളുടെ പുറം വരെയും താഴ്ത്തി. മറ്റൊരു നിവേദനത്തിൽ വീണ്ടും ആക്രമിച്ചത് സംബന്ധിച്ചുള്ള പരാമർശം ഇപ്രകാരമാണ്. അങ്ങനെ വീണ്ടും ഞാൻ അയാളുടെ അടുത്തേക്ക് എത്തി അയാളെ ആഞ്ഞുവെട്ടി. പക്ഷേ ഫലമുണ്ടായില്ല. അയാൾ ബഹളം വെച്ചു. വീട്ടുകാരെല്ലാം എഴുന്നേറ്റു. അദ്ദേഹം പറയുന്നു, ഞാൻ വീണ്ടും വന്നു, ശബ്ദം മാറ്റി സഹായിക്കാനെന്ന മട്ടിൽ പറഞ്ഞു. അതായത് രണ്ടാമത് ശബ്ദം മാറ്റിയാണ് വന്നത്. ഞാൻ കാണുന്നത് അയാൾ മലർന്നു കിടക്കുന്നതാണ്. ഞാൻ വാൾ അയാളുടെ ഉദരത്തിൽ വെച്ചു. അയാളിലേക്ക് കുനിഞ്ഞു. എത്രത്തോളം എന്നാൽ അയാളുടെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുമാറായി. ഇതും ബുഖാരിയിലുള്ള നിവേദനമാണ്. അയാളെ കൊന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓരോരോ വാതിൽ തുറന്ന് അങ്ങനെ അവസാനം കോണിപ്പടിയുടെ അടുത്തെത്തി. ഞാൻ എൻ്റെ പാദം അവിടെ വെച്ചു. ഞാൻ കരുതിയത് നിലത്ത് എത്തിയെന്നാണ്. പക്ഷെ ഞാൻ വീണു. അവസാന പടിയിൽ കാല് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയും 2-3 പടവുകൾ ബാക്കിയുണ്ടായിരുന്നു. അത് നിലാവുള്ള രാത്രിയായിരുന്നു. എന്നെ കണങ്ങാൽ പൊട്ടി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, എൻ്റെ കാലുകളുടെ സന്ധി പൊട്ടിപ്പോയി. ഞാനത് എൻ്റെ തലപ്പാവ് കൊണ്ട് വരിഞ്ഞു കെട്ടി. പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ വാതിലിൻ്റെ അടുത്തിരുന്നു. അയാൾ കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നതുവരെയും ഞാൻ എവിടെ നിന്ന് പോകില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. രാവിലെ നേരമായപ്പോൾ കോഴികൾ കൂവുന്നത് കേട്ടു. ആ സമയത്ത് മരണവിവരം അറിയിക്കുന്നയാൾ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇജാസിലെ ആളുകളുടെ കച്ചവടക്കാരൻ മരണപ്പെട്ടതായി അറിയിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു, മുക്തിയായി. അള്ളാഹു അബൂ റാഫിനെ കൊന്നിരിക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. കാര്യങ്ങളെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, കാൽ മുന്നോട്ട് വയ്ക്കൂ. ഞാൻ കാൽ മുന്നോട്ട് വെച്ചു. എൻ്റെ കാലിൽ തലോടി. പിന്നെ എനിക്ക് കാലിൽ വേദന ഒന്നും അനുഭവപ്പെട്ടില്ല. അതിനുശേഷം എൻ്റെ കാലിലെ പ്രയാസമെല്ലാം മാറിയതായി എനിക്ക് അനുഭവപ്പെട്ടു. മറ്റൊരു നിവേദനത്തിൽ വിവരിക്കുന്നു, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഉടനെത്തി. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എനിക്ക് പോകാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ മരണവിവരം അറിയിക്കുന്ന ആളുടെ ശബ്ദം കേൾക്കുന്നതുവരെയും ഇവിടെ നിന്ന് പോകുന്നതല്ല. അങ്ങനെ പ്രഭാത സമയം സമീപസ്ഥമായപ്പോൾ മരണവിവരം അറിയിക്കുന്നയാൾ നിന്നുകൊണ്ട് അബൂ റാഫി മരിച്ചതായി വിളംബരപ്പെടുത്തി. തുടർന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒരു പ്രയാസവും എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഞാൻ എൻ്റെ മറ്റ് കൂട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പേ ഞാൻ അവരുടെ അടുത്തെത്തി. ഒരു നിവേദനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസം അകന്നിരുന്നു എന്നും എന്നാൽ നീരുണ്ടായിരുന്നു എന്നും പറയുന്നു. ഈ സംഭവം ഇമാം ബുഖാരി ബറാ ബിൻ ആസിബിൽ നിന്ന് നിവേദനം ചെയ്തതാണ്.
അതിൽ പറയുന്നു, അബ്ദുള്ള ഒറ്റയ്ക്ക് അബൂ റാഫിയെ കൊല്ലുകയുണ്ടായി. എന്നാൽ ഇബ്നു ഉഖബ, ഇബ്നു ഇസാഖ്, മുഹമ്മദ് ബിൻ ഉമർ, ഇബ്നു സഅദ് എന്നിവർ അബ്ദുള്ള ബിൻ അത്തീഖിന്റെ എല്ലാ കൂട്ടുകാരും ഒന്നിച്ചാണ് അയാളെ വധിച്ചത് എന്ന് പറയുന്നു. ഇതിന്റെ വിശകലനത്തിൽ ഹദരത്ത് മീത ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, യഹൂദി മൂപ്പന്മാരുടെ കലാപ നീക്കവും പ്രകോപനവും നിമിത്തം ഹിജ്രി 5-ാം വർഷത്തിന്റെ അവസാനത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായ അഹ്സാബ് യുദ്ധത്തിന്റെ ഭയാനകമായ ഫിത്ന ഉടലെടുത്തു. അവരിലുണ്ടായിരുന്ന ഹുയ് ബിൻ അഖ്തബ് ബനു ഖുറൈദയോടൊപ്പം തന്റെ ദുരന്ത പര്യവസാനത്തിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ അബൂ റാഫി എന്ന് വിളിപ്പേരുണ്ടായിരുന്ന സലാം ബിൻ അബി ഹക്കീക്ക് അപ്പോഴും ഖൈബറിന്റെ പ്രദേശങ്ങളിൽ സ്വതന്ത്രനായി നടക്കുകയും തന്റെ കലാപ നീക്കങ്ങളിൽ വ്യാപൃതനുമായിരുന്നു. മാത്രമല്ല, അഹ്സാബിന്റെ നിന്ദാവഹമായ പരാജയവും ഭയാനകമായ പര്യവസാനവും അയാളുടെ ശത്രുത കൂടുതൽ വർദ്ധിപ്പിച്ചു. ഗത്ഫാൻ ഗോത്രങ്ങളുടെ വാസസ്ഥലം ഖൈബറിന് സമീപമായിരുന്നു. ഖൈബറിലെ യഹൂദികളും നജിദിലെ ഗോത്രങ്ങളും പരസ്പരം അയൽവാസികളുമായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ കച്ചവടക്കാരനും വലിയ ധനാഢ്യനും ആയിരുന്ന അബൂ റാഫി നജിദിലെ മൃഗീയരും യുദ്ധസന്നദ്ധരുമായ ഗോത്രങ്ങളെ മുസ്ലിങ്ങൾക്കെതിരിൽ ഇളക്കിവിടുന്നത് പതിവാക്കി. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള വിരോധത്തിൽ കഅബ് ബിൻ അഷ്റഫിന്റെ പൂർണ്ണ സമാനനായിരുന്നു. ആ കാലഘട്ടത്തിൽ പറയപ്പെടുന്ന വിവരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി അയാൾ വലിയൊരു സമ്പത്ത് ഗത്ഫാൻകാർക്ക് സഹായധനമായി നൽകുകയുണ്ടായി. ഒരുപാട് സമ്പത്താണ് അവർക്ക് നൽകിയത്. ചരിത്രത്തിൽ പറയുന്നു, ഷഹബാൻ മാസം ബനു സഅദിൽ നിന്ന് മുസ്ലിങ്ങൾക്കെതിരിലുണ്ടായ അപകടത്തെ തടയുന്നതിന് വേണ്ടി ഹസ്രത്ത് അലിയുടെ നേതൃത്വത്തിൽ ഒരു സൈനിക സംഘത്തെ മദീനയിൽ നിന്ന് പറഞ്ഞയച്ചു. ഈ പ്രശ്നത്തിന് പിന്നിലും ഖൈബറിലെ യഹൂദികളുടെ കൈകളുണ്ടായിരുന്നു. അബൂ റാഫിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ എല്ലാ ദ്രോഹങ്ങളും ഉണ്ടായിരുന്നത്. അബൂ റാഫി അതുകൊണ്ട് മതിയാക്കിയില്ല. അയാളുടെ ശത്രുതയുടെ തീ മുസ്ലിങ്ങളുടെ രക്തം ദാഹിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വം അയാളുടെ കണ്ണിൽ കരടായി തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അയാൾ ഒരു തന്ത്രം മെനഞ്ഞു. അഹ്സാബ് യുദ്ധത്തെ പോലെ നജിദിലെ ഗോത്രങ്ങളിലും മറ്റ് ഗോത്രങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. അഹ്സാബ് യുദ്ധത്തിന് ശേഷം പിന്നെ അയാൾ ആക്രമിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംഘത്തെ വീണ്ടും ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ അഹ്സാബിന്റെ അതേ ദൃശ്യങ്ങൾ വന്നു തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെ ഖദ്റജ് ഗോത്രത്തിലെ ചില അൻസാരികൾ വന്നു പറഞ്ഞു, ഇനി ഈ ഫിത്നയുടെ പരിഹാരം ഇതിന്റെ നേതൃസ്ഥാനത്തുള്ള അബൂ റാഫിയെ ഇല്ലാതാക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് അതിനുള്ള പരിഹാരമാർഗം. ഇതേ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ രാജ്യത്ത് വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു കുഴപ്പക്കാരനെ കലാപകാരിയെ കൊല്ലുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സഹാബാക്കൾക്ക് അനുമതി നൽകുകയും ചെയ്തു. അബ്ദുല്ലാ ബിൻ അത്തീഖ് അൻസാരിയുടെ നേതൃത്വത്തിൽ ഖദർജുകാരായ സഹാബാക്കളെ അബൂ റാഫിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. പക്ഷെ അവർ പോകുമ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായും പറഞ്ഞു, നോക്കുക, ഒരു സ്ത്രീയെയും കുട്ടിയെയും ഒരിക്കലും വധിക്കരുത്. വീണ്ടും ഇവിടെ ഉണർത്തുകയാണ് എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് അവരൊരു സ്ത്രീയെ കൊന്നു എന്ന് പറയുന്നത്? ഏതായാലും ഹിജ്റ 6-ാം വർഷം റമദാൻ മാസത്തിൽ ഈ സംഘം പുറപ്പെട്ടു. വളരെ സമർത്ഥമായി തങ്ങളുടെ ദൗത്യം നിർവഹിച്ച് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഈ മുസീബത്തിന്റെ വേഗം മദീനയുടെ അന്തരീക്ഷത്തിൽ നിന്നും ഇല്ലാതായി. ഈ സംഭവത്തിന്റെ വിശദീകരണം ബുഖാരിയിലുള്ള നിവേദനത്തിൽ വളരെ ശരിയായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം തൻ്റെ സ്വസിദ്ധമായ ശൈലിയിലാണ് ഇവിടെ വിവരിക്കുന്നത്. ബറാ ബിൻ ആസിബ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കളുടെ ഒരു സംഘത്തെ അബൂ റാഫി യഹൂദിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അവരുടെ അമീറായി അബ്ദുല്ലാ ബിൻ അത്തീഖ് അൻസാരിയെ നിശ്ചയിച്ചു. അബൂ റാഫിയുടെ കഥ എന്തെന്നാൽ, അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ പ്രയാസം കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടുകയും അവരെ സഹായിക്കുകയും ചെയ്തു പോന്നു. അബ്ദുല്ലാ ബിൻ അത്തീഖും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കോട്ടയുടെ അടുക്കലെത്തി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അബ്ദുല്ലാ ബിൻ അത്തീഖ് തൻ്റെ കൂട്ടുകാരെ പിന്നിൽ വിട്ടുകൊണ്ട് സ്വയം കോട്ടയുടെ വാതിലിനടുത്തെത്തി. പ്രഭാതകൃത്യങ്ങൾക്ക് എന്ന പോലെ പുതപ്പെട്ടിരുന്നു. കോട്ടയുടെ വാതിൽ അടയ്ക്കുന്നയാൾ
അത് അടയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ അബ്ദുള്ളയെ കണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ മനുഷ്യ, ഞാൻ വാതിലടയ്ക്കാൻ പോവുകയാണ്. നീ ഉള്ളിലേക്ക് വരുന്നുവെങ്കിൽ വേഗം വരൂ. അബ്ദുള്ള മൂടിപ്പൊതിച്ചുകൊണ്ട് എത്രയും വേഗം വാതിലിനകത്തേക്ക് കയറി ഒരു ഭാഗത്തേക്ക് ഒളിച്ചു. വാതിലടയ്ക്കുന്നയാൾ അത് അടച്ചതിന് ശേഷം അതിന് താക്കോലുകൾ അടുത്തു തന്നെയുള്ള ഒരു കൊളുത്തിൽ തൂക്കിയിട്ടു. അതിനുശേഷം അബ്ദുള്ള വിവരിക്കുന്നു, ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് നീങ്ങി ഏറ്റവും ആദ്യം കോട്ടയുടെ വാതിൽ തുറന്നു. ആവശ്യം വന്നാൽ എത്രയും വേഗം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ആ സമയത്ത് അബൂ റാഫി മുട്ടുപ്പാവിലായിരുന്നു. അതായത് തൻ്റെ വീടിൻ്റെ മുട്ടുപ്പാവിൽ ഒരു റൂമിലാണ് ഉണ്ടായിരുന്നത്. അയാളുടെ അടുത്ത് ഒരുപാട് ആളുകൾ സദസ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. പരസ്പരം സംസാരിക്കുകയായിരുന്നു. അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ നിശബ്ദമായി. അബൂ റാഫി വീടിൻ്റെ കോണിയിലൂടെ കയറിപ്പോവുകയും ചെയ്തു. എൻ്റെ മുന്നിൽ വന്നിരുന്ന വാതിലുകൾ അകത്തു നിന്ന് ഞാൻ ഓരോന്നായി ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അബൂ റാഫിയുടെ മുറിയിലെത്തി. അയാൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മുറിയിൽ മുഴുവനും അന്ധകാരം. ഞാൻ ഉച്ചത്തിൽ അബൂ റാഫിയെ വിളിച്ചു. അതിനുള്ള മറുപടിയിൽ അയാൾ ചോദിച്ചു, ആരാണത്? ഞാൻ ശബ്ദം വന്ന സ്ഥലം അനുമാനിച്ചുകൊണ്ട് അവിടേക്ക് കുതിച്ചു. വാളുകൊണ്ട് വെട്ടുകയും ചെയ്തു. പക്ഷേ വളരെ കൂരിട്ടായിരുന്നു. ഞാൻ ഭയന്നുപോയി. അതുകൊണ്ട് ശരിയായി വാൾ പതിച്ചില്ല. അബൂ റാഫി നിലവിളിച്ചു. അപ്പോൾ ഞാൻ മുറിയുടെ പുറത്തേക്ക് വന്നു. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും മുറിക്കകത്തേക്ക് വന്ന് എൻ്റെ ശബ്ദം മാറ്റി ചോദിച്ചു, അബൂ റാഫി, എന്താണ് ഒരു ബഹളം കേട്ടത്? അയാൾക്ക് എൻ്റെ മാറിയ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പറഞ്ഞു, നിന്റെ മാതാവ് നിനക്ക് നഷ്ടമാകട്ടെ. എനിക്ക് മേൽ ഇപ്പോൾ ഒരു ആക്രമണമുണ്ടായി. ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ അയാളുടെ അടുത്തേക്ക് വീണ്ടും കുതിക്കുകയും വാള് കൊണ്ട് വെട്ടുകയും ചെയ്തു. ഇപ്രാവശ്യം വാൾ ശരിയായി പതിച്ചു. പക്ഷേ അയാൾ കൊല്ലപ്പെട്ടില്ല. പിന്നെ ഞാൻ മൂന്നാമതും വാള് കൊണ്ട് വെട്ടുകയും അയാളെ വധിക്കുകയുമുണ്ടായി. അതിനുശേഷം ഞാൻ വേഗം വേഗം വാതിലുകൾ തുറന്ന് വീടിൻ്റെ പുറത്തേക്കെത്തി. പക്ഷേ കോണിപ്പടിയിൽ നിന്നിറങ്ങുമ്പോൾ ഏതാനും ചുവടുകൾ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ കരുതിയത് എല്ലാ പടികളും കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഞാൻ ഇരുട്ടിൽ വീണുപോയി. കാൽ ശരിയായി വെക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കണങ്കാൽ പൊട്ടി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, കണങ്കാലിൻ്റെ സന്ധി പൊട്ടിപ്പോയി. പക്ഷേ ഞാൻ എൻ്റെ തലപ്പാവ് കൊണ്ട് അത് ബന്ധിക്കുകയും പുറത്തേക്ക് വരികയും ചെയ്തു. ഞാൻ എൻ്റെ മനസ്സിൽ അബൂ റാഫി മരണപ്പെട്ടു എന്നുറപ്പാകുന്നതുവരെയും അവിടെ നിന്ന് പോകുന്നതല്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ടയ്ക്കടുത്ത് ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. രാവിലെ ആയപ്പോൾ കോട്ടയ്ക്കകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുന്ന ശബ്ദം എൻ്റെ ചെവിയിൽ എത്തി, അബൂ റാഫി എന്ന കച്ചവടക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് മെല്ലെ മെല്ലെ വന്ന് എൻ്റെ കൂട്ടുകാരെ കണ്ടുമുട്ടി. പിന്നെ ഞങ്ങൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂ റാഫിൻ്റെ വധത്തെക്കുറിച്ച് അറിയിപ്പ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സംഭവവും കേട്ടതിന് ശേഷം എന്നോട് കാൽ നീട്ടിവെക്കാൻ പറഞ്ഞു. ഞാൻ കാൽ നീട്ടിവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് തൻ്റെ പരിശുദ്ധ കരങ്ങൾ അതിനുമേൽ തലോടി. അതിനുശേഷം എനിക്കൊരിക്കലും തന്നെ പിന്നീട് പ്രയാസങ്ങളൊന്നുമില്ലാത്ത വിധം സുഖപ്പെട്ടതായി അനുഭവപ്പെട്ടു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അബ്ദുല്ലാ ബിൻ അത്തീഖ് അബൂ റാഫിയെ ആക്രമിച്ചപ്പോൾ അയാളുടെ ഭാര്യ വളരെ അലമുറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഞാൻ അയാളുടെ ഭാര്യയുടെ നേർക്ക് വാളോങ്ങിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ വധിക്കുന്നത് വിലക്കിയതുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറി. ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. സ്ത്രീകളെ വധിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് വാൾ പ്രയോഗിച്ചില്ല. വാസ്തവത്തിൽ അത് വളരെ ദുർഘടമായ ഒരു ഘട്ടമായിരുന്നു. അബൂ റാഫിയെ വധിച്ചത് ശരിയായിരുന്നുവോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അബൂ റാഫിയുടെ രക്തമംഗലമായ നടപടികൾ ചരിത്രത്തിലെ ഒരു തുറന്ന അധ്യായമാണ്. പൊതുവിൽ ഇത്രമാത്രം ഓർക്കുക: ഒന്ന്, ആ സമയത്ത് മുസ്ലിങ്ങൾ വളരെ ദുർബലാവസ്ഥയിൽ 4 ഭാഗത്തു നിന്നും പ്രയാസങ്ങളിൽ അകപ്പെട്ട് കഴിയുകയായിരുന്നു. എല്ലാ ഭാഗത്തും എതിർപ്പിൻ്റെ അഗ്നി ആളിക്കത്തുകയായിരുന്നു. മറ്റൊരു അർത്ഥത്തിൽ മുഴുവൻ രാജ്യവും മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. 2, അത്തരം ഘട്ടത്തിൽ അബൂ റാഫി എരുതിയിൽ എണ്ണയൊഴിക്കുകയായിരുന്നു. അത് മുസ്ലിങ്ങൾക്കെതിരുള്ള പ്രകോപനവുമായിരുന്നു. തൻ്റെ സ്വാധീനവും സമ്പത്തും മുഖേന വ്യത്യസ്ത അറബി ഗോത്രങ്ങളെ ഇസ്ലാമിനെതിരിൽ ഇളക്കിവിട്ടുകൊണ്ടിരുന്നു. അഹ്സാബ് യുദ്ധത്തിലെ പോലെ കാട്ടറബികളുടെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടി
മദീനയെ ആക്രമിക്കാൻ തുനിയുകയായിരുന്നു. 3. പരാതി കൊടുക്കുന്നതിന് അറേബ്യയിൽ ആ സമയത്ത് ഒരു ഭരണകൂടവും ഇല്ലായിരുന്നു. മറിച്ച് ഓരോ ഗോത്രവും തങ്ങളുടെ ഇടങ്ങളിൽ സ്വതന്ത്രവും സ്വയം അധികാരസ്ഥരും ആയിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി സ്വയം ഉപായങ്ങൾ കണ്ടെത്തുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. 4. യഹൂദികൾ നേരത്തെ തന്നെ ഇസ്ലാമിനെതിരിലായിരുന്നു. മുസ്ലിങ്ങൾക്കും യഹൂദികൾക്കുമിടയിൽ യുദ്ധത്തിന്റെ സാഹചര്യം നിലനിന്നിരുന്നു. 5. അത്തരം അവസ്ഥയിൽ പ്രത്യക്ഷമായി യഹൂദികൾക്കെതിരെ സൈനിക നീക്കം നടത്തിയാൽ അത് മുഖേന ജീവനും സമ്പത്തിനും വലിയ നഷ്ടം സംഭവിക്കുമായിരുന്നു. മാത്രമല്ല, യുദ്ധത്തിന്റെ അഗ്നി ആളിപ്പടരുകയും രാജ്യത്ത് വമ്പിച്ച നാശനഷ്ടങ്ങൾക്ക് അത് നിമിത്തമാവുകയും ചെയ്യുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ സഹാബാക്കൾ ചെയ്തത് എല്ലാം തികച്ചും ശരിയും അനിവാര്യവുമായിരുന്നു. യുദ്ധഘട്ടങ്ങളിൽ സമൂഹങ്ങൾ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഉപായങ്ങൾ തികച്ചും അനുവദനീയമായി ഗണിക്കപ്പെടുന്നു. ഓരോ ജനതയും സമൂഹവും ആവശ്യാനുസരണം എല്ലാ കാലഘട്ടത്തിലും അത് സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ കാലഘട്ടത്തിലും കുറ്റവാളികളോടുള്ള സഹതാപ വികാരം വളരെ മോശമായ തലത്തിലേക്ക് എത്തുകയും അങ്ങനെ അക്രമി ഹീറോ ആയി ഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ അക്രമികൾ ഹീറോ ആകുന്നത് കാണുന്നു. അയാൾ തൻ്റെ കുറ്റകൃത്യങ്ങൾ നിമിത്തം ശിക്ഷയേൽക്കുമ്പോൾ പൊതുസമൂഹത്തിന് സഹാനുഭൂതി അവരെ ആകർഷിക്കുന്നു. അക്രമിക്ക് ശിക്ഷ കൊടുക്കുകയും അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടി പറയുകയും ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിന് സഹാനുഭൂതി അയാളോടൊപ്പം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യക്കാരായ ആളുകളുടെ സഹാനുഭൂതി അയാളോടൊപ്പം ഉണ്ടാകുന്നു. അയാളുടെ കുറ്റകൃത്യം ആളുകൾ മറക്കുന്നു. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, അതൊരിക്കലും തന്നെ വ്യാജമായ വികാരങ്ങളുടെ മതമല്ല. അത് കുറ്റവാളിയെ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുള്ള ശിക്ഷ നൽകപ്പെടുന്ന രാജ്യത്തിലും സൊസൈറ്റിയിലും കാരുണ്യമാണെന്ന് ഗണിക്കുകയും ചെയ്യുന്നു. അത്തരം അളിഞ്ഞുപോയ ഭാഗത്തെ ശരീരത്തിൽ നിന്ന് അറുത്തുമാറ്റാനുള്ള അധ്യാപനമാണ് അത് നൽകുന്നത്. അല്ലാതെ അത്തരം ചീഞ്ഞുപോയ ഭാഗത്തെ വെച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കുന്നില്ല. ഇനിയുള്ളത് ശിക്ഷ കൊടുക്കുന്ന രീതിയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. അറേബ്യയിൽ ആ സമയത്തുള്ള അവസ്ഥയ്ക്ക് കീഴിലും യുദ്ധ സാഹചര്യങ്ങളിലും മുസ്ലിങ്ങൾക്കും യഹൂദികൾക്കും ഇടയിൽ നിലനിന്നിരുന്ന രീതി പൊതുസമാധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമുചിതവും അഭികാമ്യവും ആയിരുന്നു. അബ്ദുല്ലാ ബിൻ അത്തീഖിന്റെ കണങ്കാൽ സുഖപ്പെട്ടത് സംബന്ധിച്ച് ബുഖാരിയുടെ നിവേദനത്തിൽ ഈ രോഗശമനം അഭൗമികമായ രീതിയിലായിരുന്നുവോ അതല്ല സാവധാനത്തിൽ സ്വാഭാവികമായി പൂർത്തിയാവുകയാണോ ചെയ്തത് എന്നത് സംബന്ധിച്ച് വിശദീകരണം കാണുന്നില്ല. ആദ്യം സൂചിപ്പിച്ചതനുസരിച്ച് അതൊരു പൊതുവായ സംഭവമായി ഗണിക്കപ്പെടുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ പ്രഭാവം, അതായത് ദുആയുടെ അനുഗ്രഹഫലമായി പ്രസ്തുത പരിക്ക് സ്ഥായിയായൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അതിൻ്റെ മോശമായ പരിണിതിയും ഉണ്ടായില്ല. മറിച്ച് അബ്ദുള്ളയുടെ കണങ്കാൽ അവസാനം അതിൻ്റെ ശരിയായ രൂപത്തിലേക്കും ആരോഗ്യത്തിലേക്കും വരികയും പരിക്കിൻ്റെ എല്ലാ അടയാളങ്ങളും പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്തു. പക്ഷേ ഈ രോഗശമനം അഭൗമികമായ രീതിയിൽ ഉടൻ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിധിയുടെ പ്രകടനമായിരുന്നു. അത് അവൻ തൻ്റെ റസൂലിൻ്റെ ദുആയും അനുഗ്രഹവും മുഖേന വെളിപ്പെടുത്തിയതാണ്. ഏതായിരുന്നാലും ഈ സംഭവത്തിൻ്റെ ബാക്കി ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാ അത് പിന്നീട്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله
إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر